പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വിപണന കേന്ദ്രമാണിത്. ഇതിനു പുറമെ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളകളും മാസച്ചന്തകളും ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വേദി കൂടിയാണ്. 112 സംഘങ്ങളുണ്ട് പഞ്ചായത്തിൽ. അതിൽ ഒരു 10-30 യൂണിറ്റുകൾ തന്നെയുണ്ട്. അത് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തന്നെ ഇതിൽ കുറേയധികം നമുക്ക് സഹായകരമായിട്ട് വരുന്നുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട്. പരാധീനതകൾ കാര്യമാക്കാതെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള ഇവരുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നേരെ ജൂറിയിലേക്ക്. ആർവിജി സർ, കുടുംബശ്രീ പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതിയുമാണ് നിങ്ങളുടെ പ്രധാന സുസ്ഥിര വികസന പദ്ധതികളായി നിങ്ങൾ മുൻപോട്ട് വച്ചിരിക്കുന്നത്. മറ്റ് പഞ്ചായത്തുകളിൽ നടക്കുന്ന കുടുംബശ്രീ പദ്ധതികളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? കുടുംബശ്രീ വ്യത്യസ്തത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് NREGS-ഉമായിട്ടുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുള്ളത്. പക്ഷേ NREGS-ൽ 1500ഓളം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് 350 കുടുംബങ്ങൾക്ക് മാത്രമേ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ശരാശരി 26 തൊഴിൽ ദിനങ്ങളെ കഴിഞ്ഞ വർഷം കൊടുത്തതായിട്ട് കാണുന്നുള്ളൂ. അതെന്താ പുറകോട്ട് പോകാൻ കാരണം? അത് കഴിഞ്ഞ വർഷത്തെ ആരംഭത്തിലുള്ളതാണ്. ആരംഭമല്ല, കഴിഞ്ഞ വർഷത്തെ ഫിഗറാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനേക്കാൾ വളരെ മുന്നേറാൻ ഞങ്ങൾക്ക് ഈ വർഷം 100 ദിവസം തയ്ച്ചു കൊടുക്കാൻ പറ്റുമോ? കുറെ പേർക്കെങ്കിലും 50 പേര് 100 ദിവസം പിന്നിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ശരി. ഒരു 430 പേര് ഓൾറെഡി ശരാശരി. അപ്പോൾ ഈ NREGS-ൽ കുടുംബശ്രീകൾ മുഖേന നടത്തുമ്പോൾ കുടുംബശ്രീയുടെയും ക്രെഡിറ്റ് ആണ്, NREGS-ന്റെയും ക്രെഡിറ്റ് ആണ് അല്ലേ? കുടുംബശ്രീയുടെ നിങ്ങൾ ന്യൂട്രിമിക്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എന്താണ് അതിന്റെ ആശയം? എങ്ങനെയാണ് വന്നത്? ആരാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള മേൽനോട്ടവും ഉത്തരവാദിത്വവും? കുട്ടികളുടെ ഭക്ഷണമല്ലേ, അപ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അത് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ഇപ്പോൾ ICDS-ഉമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്കിങ്ങനെ ഒരു ന്യൂട്രിമിക്സ് ഉണ്ടാക്കി കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം വന്നു. ഉടനെ തന്നെ ഞങ്ങൾ അതിന് നടപ്പാക്കാൻ അതിനാവശ്യമായ സ്ഥലം നമുക്ക് വേണം. സ്ഥലം ഓൾറെഡി ശിവപുരം കോളനി എന്ന് പറഞ്ഞ പ്രദേശത്ത് സ്ഥലമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തെ യൂണിറ്റുകളിൽ നിന്ന് ഇതിന് തയ്യാറായി സന്നദ്ധോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാവുന്ന കുടുംബശ്രീ അംഗങ്ങൾ എന്നതിൽ സെലക്ട് ചെയ്തു. അതിൽ 5 പേര് തയ്യാറായി വന്നു. അതിൻ്റെ ഒരു ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിൽ അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ ആരാണ്? എന്തെങ്കിലും സാങ്കേതിക വിദഗ്ധരോ ഉപദേശകരോ ആരെങ്കിലും ഉണ്ടോ? കുടുംബശ്രീ മിഷനാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. കുടുംബശ്രീ മിഷൻ തൃശ്ശൂർ ജില്ലയുടെ കുടുംബശ്രീ മിഷൻ്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഭക്ഷ്യോൽപ്പന്നത്തിന് CFTRI സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ടോ? ലേബൽ വെച്ചിട്ടുണ്ടോ അതിൽ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതിലെ സാങ്കേതിക വിദഗ്ധ അല്ലെങ്കിൽ വിദഗ്ധൻ ആരാണ്? ഉത്തരവാദിത്വം കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയാണ്. ജില്ലാ മിഷനാണ് അതിൻ്റെ. അതൊക്കെ അവർ നോക്കിക്കോളും. അവരാണ്. അത് ശരി. ഇത് എത്ര നാളായി കൊടുത്തു തുടങ്ങിയിട്ട്? ഇപ്പോൾ 3 കൊല്ലമായി. 3 കൊല്ലമായിട്ട്. അതിൻ്റെ ഒരു ഫലം കാണാനുണ്ടോ? ഈ ചില പരസ്യത്തിൽ കാണുന്ന പോലെ ന്യൂട്രിമിക്സ് കൊടുക്കുന്നതിന് മുൻപ് പിൻപ് എന്ന വളർച്ചയിൽ വ്യത്യാസമൊക്കെ അറിയാനുണ്ടോ? കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് തോന്നണുണ്ടോ കൊള്ളാമെന്ന്? ആണോ? ഇത് ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന പോഷകാഹാരം മറ്റു ഹോർലിക്സ് ഇതുപോലൊക്കെയുള്ള പരസ്യങ്ങളില്ല എന്നൊരൊറ്റ ഒരു കുറവ് മാത്രത്തിനുള്ളൂ. ഏറ്റവും വളരെ ഒരു തരത്തിലുള്ള കെമിക്കലില്ലാത്ത വളരെ നല്ല ഒരു ഫുഡ്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഗുണമേന്മ ഏതെങ്കിലും വിധത്തിൽ വിലയിരുത്തുന്നതിന് അളക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും ഒരു പഠനം അതിൽ നടത്താൻ പറയണം. നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് ഇതൊന്ന് വിലയിരുത്താൻ. അത് പറഞ്ഞിട്ടുണ്ട്, ഈ പോഷകാഹാരം കഴിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആരോഗ്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ട്. അത് നമുക്ക് വിലയിരുത്താൻ ഒരു ഡോക്ടർമാർ അതുണ്ട്. എല്ലാ അംഗൻവാടികളും നന്നായിരിക്കും. അംഗൻവാടികളായിട്ട് തൂക്കം കൃത്യമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ഈ ലേബർ ബാങ്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലേബർ ബാങ്ക് NREGS വന്നതിന് ശേഷമുള്ള ഒരു 1.5 വർഷമായിട്ടാണ്. അത് NREGS-ൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അതല്ലാതെ വേറെ ഏതെങ്കിലും തൊഴിലിന്റെ മേഖലകളുണ്ടോ? അല്ല, നമ്മൾ ഇതിന് ലക്ഷ്യം കാണുന്നത് പഞ്ചായത്തിനകത്ത് വരുന്ന നെൽകൃഷി, കര മേഖല, എല്ലാ മേഖലയിലും 100 ദിവസം അവരെ തൊഴിലുറപ്പിൻ്റെ പണി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഇവർ പണിയെടുക്കാൻ തയ്യാറായ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഭൂവുടമകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ലേബർ ബാങ്കിൽ പണം കെട്ടിക്കഴിഞ്ഞാൽ അത് പ്രകാരം എസ്റ്റിമേറ്റ് ഓവർസിയർ എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് തൊഴിലാളികളെ
ഉടമസ്ഥന്മാർക്ക് പണിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. അതാണ് ലേബർ ബാങ്കിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ഇതുപോലെ തന്നെ പാർലം പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ കരപ്രദേശങ്ങളിലും ഒരു തുണ്ട് പോലും ഭൂമി പാഴാക്കി കളയാതെ എല്ലാ ഭൂമിക്കകത്തും നമ്മുടെ കാലവർഷം തുടങ്ങുന്ന സമയത്ത് എല്ലാ തര കൃഷികളും, സമ്മിശ്ര കൃഷികൾ, ഇടവിള കൃഷികൾ, എല്ലാ കൃഷികളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് ഇതിനുദ്ദേശിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതോടൊപ്പം തന്നെ ഭൂമി വെറുതെ തരിശായി കിടക്കാതിരിക്കുക, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക. ഇതാണ് ലേബർ ബാങ്കിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ള ഈ 2 ഹ്രസ്വചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളുടെ മുഖങ്ങളും സ്ത്രീകളുടെ പ്രവർത്തനങ്ങളുമാണ്. അത് കുടുംബശ്രീ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെങ്കിലും ന്യൂട്രിമിക്സിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ലേബർ ബാങ്ക് ആണെങ്കിലും. അപ്പോൾ സ്ത്രീകൾ, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും പഞ്ചായത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും പൊതുവിലും പാർലം പഞ്ചായത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾക്ക് എത്രമാത്രം ഒരു പ്രാധാന്യമുണ്ട്? പാർലം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടെ ഗ്രാമസഭകളിലായാലും സ്ത്രീകളാണ് കൂടുതൽ പങ്കെടുക്കാറ്. ഗ്രാമസഭ വഴി വരുന്ന നിർദ്ദേശങ്ങൾ, അതായത് സ്ത്രീകൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഞങ്ങളുടെ ഭരണസമിതി വളരെയധികം മുൻപോട്ട് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളിലൂടെ വരുമാനമുണ്ടായാൽ അതെന്തായാലും വീടുകളിൽ എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു പൈസ പോലും അവർ നാശമാക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് പഠിച്ചൊരു പാടാണ്. സ്ത്രീകൾ തന്നെയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കാൻ പോലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. നികുതി പിരിച്ചു കിട്ടിയ തുക, അത് ആകെ വരുമാനത്തിൻ്റെ ശതമാനം 100. അതുപോലെ തനത് ഫണ്ട് ആകെ വരുമാനത്തിൻ്റെ ശതമാനം 100%. എന്താണ് അത് ഉദ്ദേശിച്ചതോ? എഴുതിയതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് സാർ. ആകെ വരുമാനത്തിന്റെ 100% ഒരിക്കലും നികുതി ആവില്ലല്ലോ. അതങ്ങനെ എഴുതിയതിൽ വന്നിട്ടുള്ള തെറ്റാണ്. എഴുതിയതിൽ വന്നിട്ടുള്ള തെറ്റാണ്. ആകെ വരുമാനത്തിന്റെ 100% ടാക്സ് ആവില്ല. ഇതൊക്കെ മാർക്കിടാനുള്ള ക്ലാസുകളാണ്. അതിൽ ഇങ്ങനെയൊക്കെ സെക്രട്ടറി എഴുതിയാല് പ്രസിഡന്റ് ഒപ്പിടുന്നതിന് മുമ്പ് അതൊക്കെ വായിച്ച് നോക്കണമായിരുന്നു. അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ സാറ് ഒരു കാര്യം പറയാലോ, ഗ്രാമപഞ്ചായത്തുകൾ 19 മന്ത്രിമാരും മത്സരിച്ച് സർക്കുലർ വരുന്ന പഞ്ചായത്താണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞ ഒരു ദിവസം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തപാല് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആകെ തകർന്നു പോകും. പലപ്പോഴും തപാല് തന്നെ മുഴുവൻ നോക്കി തീരാനും കഴിയില്ല. അപ്പോൾ ഹറിബറിയുടെ ഭാഗമായിട്ട് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില മിസ്റ്റേക്കുകളൊക്കെ വരും. നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലും ഇങ്ങനെയാണ് എങ്കിൽ ഭരണത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ല. പക്ഷേ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് തോന്നിയില്ല. സാംസ്കാരിക നിലയമുണ്ട്, പക്ഷേ അവിടെ ട്യൂഷൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് എന്ന് കണ്ടു. മറ്റെന്ത് സാംസ്കാരിക പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് സാംസ്കാരിക നിലയത്തിൽ? സാംസ്കാരിക നിലയം പണിത് അതിൻ്റെ കെട്ടിട സമുച്ചയം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് സാംസ്കാരിക ക്ലബ്ബുകളുണ്ട്. പക്ഷെ അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഇതിലേക്ക് സാംസ്കാരിക കൊണ്ടുവരാൻ. സാധിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത്. അത്രയും സാധിച്ചിട്ടില്ല. അതുപോലെ സ്ത്രീകളുടെ ഒരു പ്രത്യേക സാംസ്കാരിക നിലയം ഭംഗിയായിട്ട് പണിതുയർത്തിയിട്ടുണ്ട് കെട്ടിടം. പക്ഷെ അവിടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. സാറ് പറഞ്ഞത് ശരിയാണ്. ഇത് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഔപചാരികമായിട്ട് ഇത് കെട്ടിടം മാത്രമേ ആയിട്ടുള്ളൂ. നിലവിലുള്ള എല്ലാ സാംസ്കാരിക സംഘടനകളും യോജിപ്പിച്ചുകൊണ്ട് ഇത് ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്ന പണി ഇപ്പോൾ നടക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം എനിക്ക് തോന്നുന്നത് മൊത്തം പ്രവർത്തനം കണ്ടപ്പോൾ ഇവിടെ അത് അസസ് ചെയ്തതും വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വളരെ ഉത്സാഹശാലികളും സന്തോഷവതികളുമായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും തോട്ടിലെ കുളവാഴ നീക്കം ചെയ്യാൻ പോലും അവിടെ ചേച്ചിമാരാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടു. ചേട്ടന്മാർക്ക് എന്താ പ്രധാന ജോലി അവിടെ? അല്ല, പുരുഷന്മാർ അവിടെ പൊതുവിൽ വിദേശങ്ങളിലെ ഒരുപാട് ആളുകൾ ഉണ്ട്. നാട്ടുപ്രദേശത്ത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഫർണിച്ചർ വ്യവസായം, അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ. പിന്നെ പൊതുവെ പുരുഷന്മാർ ഇത്തരത്തിലുള്ള ഈ ഗ്രാമസഭയും അതുപോലുള്ള സംവിധാനങ്ങളിൽ പിന്നെ കൂലി വ്യത്യാസമുണ്ട്. കോർപ്പറേഷനിൻ്റെ തൊട്ട് കിടക്കുന്ന പഞ്ചായത്ത് നിലയ്ക്ക് ശരാശരി അവിടെ കൂലി 350 ഉറുപ്പികയാണ്. 125 ഉറുപ്പികയ്ക്കാണ് സ്ത്രീകൾ വരുന്നത്. അത് തന്നെ അവിടെ വലിയ വ്യത്യാസമാണ്. അതൊരു ചൂഷണമാണ് വാസ്തവത്തിൽ. ശരിയായൊരു ചൂഷണം നടക്കുന്നുണ്ടെന്ന് വേണേൽ നമുക്ക് പറയാം. സുസ്ഥിര വികസനത്തിനാണല്ലോ നമ്മളെല്ലാം പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിലെ 99.38 ഹെക്ടർ വയലുകൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നഷ്ടത്തിലാക്കിയിട്ടുണ്ട്. നികത്തുകയോ മറ്റു ചെയ്തിട്ടായിരിക്കും.
ആണോ? അങ്ങനെ കാലാന്തരമായിട്ട്